പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. നമ്മുടെ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കടക്കുന്നു. നമുക്കറിയാം സിബൈ എന്നത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കണ്ണൂർ കോർപ്പറേറ്റ് ഓഫീസ് സെൻട്രൽ ഓഫീസ് ഹെഡ് ഓഫീസ് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് സിബൈ എന്നുള്ളത്. സിബൈ എന്ന് പറയുന്ന കമ്പനി 1956 ഇന്ത്യ ആക്ട് പ്രകാരം, ഇന്ത്യ ഗവൺമെന്റിന്റെ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഈ കമ്പനിയുടെ മിഷനും വിഷനും എന്ന് പറയുന്നത് ഓരോ വ്യക്തികളെയും ഇൻഡിവിജ്വലി ഓരോ വ്യക്തികളെയും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുകയും അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കമ്പനി ഈ രീതിയിലുള്ള ഒരു ഡയറക്ട് മാർക്കറ്റ് സെല്ലിംഗ് എന്നുള്ള രീതിയിലേക്ക് കമ്പനി പ്രവർത്തിച്ചു വരുന്നത്. അതുപോലെ തന്നെ കമ്പനിക്ക് അതിനേക്കാളും ഉപരിയുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരെയും വളർത്തുന്നതിനോടൊപ്പം തന്നെ കമ്പനിയിൽ ഇന്ന് ലോകത്തിലെ തന്നെ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കമ്പനികളിൽ ഒന്നാക്കി മാറ്റുക, ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിലെ ഏറ്റവും വലിയൊരു ഗ്ലോബൽ ലീഡറായി മാറുക എന്നതൊക്കെയാണ് കമ്പനിയുടെ ഉദ്ദേശം. ഇതിനായി കമ്പനി രൂപീകരിച്ചിട്ടുള്ള ബിസിനസ് ടൈപ്പുകൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗ് ആണ് ആദ്യമായി സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ മേഖല അല്ലെങ്കിൽ ഇന്ന് സാധാരണ ട്രഡീഷണൽ മേഖലകളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഇ കോമേഴ്സ് ബിസിനസ് ആണ്. ഓൺലൈനിലൂടെയുള്ള ബിസിനസ്സുകൾ എന്നുള്ള രീതിയിൽ ഇ കോമേഴ്സ് ബിസിനസ്സുകളും നമ്മുടെ കമ്പനി ചെയ്തു വരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ നിലവിൽ കമ്പനി റീറ്റെയിൽ രംഗത്തും കൂടി പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി ഹോൾസെയിൽ രംഗത്തു കൂടി പ്രവേശിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബിസിനസ് ടൈപ്പുകളിലൂടെയാണ്, ഇതാണ് കമ്പനിയുമായി അസോസിയേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്കുള്ള ബിസിനസ്സുകൾ എന്നുള്ള രീതിയിൽ, നമുക്ക് ചെയ്യുവാനുള്ള ബിസിനസ് എന്നുള്ള രീതിയിൽ കമ്പനി ക്രമീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ സജ്ജീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഈ രീതിയിൽ കമ്പനി ഗ്ലോബൽ ലീഡറായി മാറുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം കൂടെ നിൽക്കുന്ന ഓരോ വ്യക്തികളും ഇൻഡിവിജ്വലി വളരുകയും ചെയ്യുക എന്നുള്ളതാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന അല്ലെങ്കിൽ ഇതിനൊക്കെ സൂത്രധാരൻ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ബ്രെയിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മുടെ ലൈജു സാർ, ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ ലൈജു കെ ജോർജ് അവർകളാണ്. ഇദ്ദേഹമാണ് നമ്മുടെ കമ്പനിയുടെ MD. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഓരോ വ്യക്തികളെയും ഏറ്റവും പരമോന്നതമായ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതോടൊപ്പം തന്നെ മറ്റുള്ള ഓരോ വ്യക്തികളെയും, കൂടെ വന്ന ഓരോ വ്യക്തികളെയും നല്ല ജീവിത ശൈലികളിലേക്ക് എത്തിക്കുക എന്നുള്ളതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇതിനായി കമ്പനി, നമുക്കറിയാം കേരളത്തിൽ ഒരു കമ്പനി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ, അല്ലെങ്കിൽ അതിനെ രജിസ്റ്റർ ചെയ്ത് ആ പ്രവർത്തന മേഖലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെ വളരെ ദുഷ്കരമായ പ്രവൃത്തിയാണ്. കാരണം ഇവിടെ ഒരു നിയമത്തിന്റെ ആനുകൂല്യങ്ങളിൽ ഒരു ഇളവും നൽകാത്ത ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റു പല കമ്പനികളും മറ്റു സംസ്ഥാനങ്ങളിൽ പോയി ഏതെങ്കിലും രീതിയിൽ രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള കാരണം അതാണ്. എന്നാൽ കമ്പനി ഇത്തരത്തിലുള്ള ഷോർട്ട് കട്ടുകളൊന്നും ഉപയോഗിക്കാതെ ഏത് ദുർഘടങ്ങളെയും പരിഹരിക്കുന്ന രീതിയിൽ ഇനി ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റു നിയമപ്രകാരമുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ വരാതിരിക്കാൻ വേണ്ടി കേരളത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്ത് ഇന്ത്യ ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും കൈക്കലാക്കി അല്ലെങ്കിൽ കയ്യിൽ ഒതുക്കിയിട്ടുള്ള ഈ കമ്പനി മറ്റൊരു കാര്യം കൂടി ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നത്. അതായത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ കമ്പനി രജിസ്റ്റർ ചെയ്യുകയും അതിലൂടെ കമ്പനിക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് റെക്കഗ്നീഷൻ അവാർഡ് ലഭിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് സിബൈ എന്ന് പറയുന്നത്. ഇത് നമുക്ക് കേരളത്തിലുള്ള മറ്റു കമ്പനികൾക്കൊന്നും അവകാശപ്പെടാനില്ലാതെ, ഒരു ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗ് കമ്പനികൾക്കൊന്നും അവകാശപ്പെടാനില്ലാതെ ഒരു സർട്ടിഫിക്കറ്റ് കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അവിടെയാണ് ഇതിന്റെ പ്രാധാന്യം നമുക്ക് അറിയാൻ പറ്റുന്നത്. ഏതായാലും നമുക്ക് എന്തൊക്കെയാണ് കമ്പനി ചെയ്യുന്ന നമ്മുടെ ബിസിനസ്, അതിൽ നമ്മൾ എന്തൊക്കെയാണ് ഈ പ്രൊഡക്റ്റുകളായി പരിചയപ്പെടേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. കമ്പനിയുടെ പ്രൊഡക്റ്റുകളുടെ കിറ്റുകൾ എന്ന് പറയുന്നത് 3 തരത്തിലുള്ള കിറ്റുകളാണ് ഇപ്പോൾ നിലവിൽ സിബൈ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് നമുക്കൊരു ബിസിനസ് പ്രൊമോട്ടറായി വരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ബിസിനസ് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള കിറ്റുകളായി കമ്പനി നൽകുന്നത്. അതിൽ ആദ്യമൊക്കെ നൽകിയിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും നിലവിലുള്ള ഒരു കിറ്റാണ് കുടുംബശ്രീയുടെ 6ഓളം പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ കമ്പനിയുടെ തന്നെ ഓൺ പ്രൊഡക്റ്റുകളായ ലിക്വിഡ് പ്രൊഡക്റ്റുകൾ, വാഷിംഗ് ലിക്വിഡും അതുപോലെയുള്ള ഒരു ഇൻസൗട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിക്വിഡും അടങ്ങിയിട്ടുള്ള ഒരു 8 ഐറ്റം അടങ്ങിയിട്ടുള്ള 587 രൂപ വില വരുന്ന ഒരു കിറ്റ് വെറും 499 രൂപക്ക് വാങ്ങിക്കൊണ്ട് കമ്പനിയിലേക്ക് ഒരു കമ്പനിയുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് പ്രൊമോട്ടറായി വരാവുന്നതാണ്. മറ്റൊരു കിറ്റ് എന്ന് പറയുന്നത് വിങ്സി എന്ന് പറയുന്ന ഒരു ബ്ലഡ് സർക്കുലേഷൻ മസാജർ ആണ്. 21,999 രൂപ വിലയുള്ള ആ മസാജർ വെറും 17,999 രൂപക്ക് വാങ്ങിക്കൊണ്ട് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെയും ബ്ലഡ് സർക്കുലേഷനും ഒക്കെ പരമാവധി
നല്ല രീതിയിലേക്ക് ശരീരത്തിനെ നല്ല രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് ഒരു വ്യായാമത്തിന് സമയം കിട്ടാത്തവർക്കൊക്കെ ഉപയോഗിക്കാവുന്ന, അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ തന്നെ നമ്മുടെ ശരീരത്തിനെ പരിപാലിക്കാവുന്ന ഒരു ഉപകരണം എന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണമാണ് വിങ്സിയുടെ ബ്ലഡ് സർക്കുലേഷൻ മസാജർ എന്ന് പറയുന്നത്. ഇതും കൂടുതൽ വിവരങ്ങളും ഒക്കെ നമുക്ക് നമ്മുടെ ഫിസിക്കൽ മീറ്റിങ്ങുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലീഡേഴ്സിനെയോ നിങ്ങളുടെ അപ്ലയൻസിനെയോ ഒക്കെ കണ്ടുകൊണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ വിശദമായി പരിചയപ്പെടാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്, അല്ലെങ്കിൽ കമ്പനിയുടെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കമ്പനിയുടെ ഇൻപേ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. നമുക്കിപ്പോൾ ഇവിടെ നമ്മുടെ സ്ക്രീനിൽ കാണാം. ഈ ഇൻഫ്രാസ്ട്രക്ചർ കാണുമ്പോൾ അല്ലെങ്കിൽ ഇന്റർഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ എവിടെയൊക്കെയോ പരിചയമുള്ള ഒരു മുഖം എന്നുള്ളത് പോലെ തന്നെ നമുക്ക് കാണാം. അതായത് നമുക്ക് ഇന്ന് ഇന്ത്യയിൽ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആപ്ലിക്കേഷനുകളുമായും ഈ രീതിയിൽ ഒക്കെയാണ്. അതായത് ഒരു ഫിനാൻഷ്യലി അറേഞ്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ അതിന്റെ ഫൈനാൻസ് കൈകാര്യം ചെയ്യുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന രീതിയിൽ നമുക്ക് ഇതിനെ കാണുമ്പോൾ നമുക്ക് ഏകദേശം ആ രീതിയിലൊക്കെ മനസ്സിലാവുന്നുണ്ടാവാം. അത് തന്നെയാണ് നമ്മുടെ കമ്പനിയും നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇതൊരു ഇൻപേ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. എന്താണ് ഈ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ലഭിക്കുന്ന സേവനങ്ങൾ, അതെന്താണ്, സർവീസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. പ്രധാനമായും പറയാനുള്ളത്, നമ്മളെയൊക്കെ എല്ലാവരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റുകൾ പേ ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും കറണ്ട് ബില്ലുകൾ, എന്താണ് യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റുകൾ? കറണ്ട് ബില്ലുകൾ, വാട്ടർ ബില്ലുകൾ, ഗ്യാസ് ബില്ലുകൾ, അതുപോലെ മറ്റ് നമുക്ക് ഫാസ്ടാഗ് റീചാർജുകൾ, ഇത്തരത്തിലുള്ള ബിൽ പേയ്മെന്റുകളൊക്കെ ചെയ്യുന്നതിനാണ് യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് എന്ന് പറയുന്നത്. ഇത്തരം ബിൽ പേയ്മെന്റുകൾ ചെയ്യുന്നതിന് പലപ്പോഴും നമ്മൾ നേരിട്ട് ഓഫീസുകൾ പോയി അടക്കുക, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഏൽപ്പിക്കുക, അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രം പോലെയുള്ള, അല്ലെങ്കിൽ സേവന കേന്ദ്രങ്ങൾ പോലെയുള്ള ജനസേവാ കേന്ദ്രം പോലെയുള്ള കേന്ദ്രങ്ങളിൽ പോയി അവർക്ക് എന്തെങ്കിലും സർവീസ് ചാർജുകൾ കൊടുത്ത് അടക്കുക. ഇതൊക്കെയാണ് നിലവിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. എല്ലാവരും പലപ്പോഴും അതാണ് ചെയ്യുന്നത്. എന്നാൽ ഇനി മുതൽ നമുക്ക് ഈ ഇൻപേ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനി മുതൽ നമ്മുടെ വീടുകളിൽ ഇരുന്ന് തന്നെ വളരെ എളുപ്പത്തിൽ ബിൽ പേയ്മെന്റുകൾ ചെയ്യാനും, ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യാനും, വാട്ടർ ബില്ലുകൾ അടക്കുവാനും, ഫാസ്ടാഗ് റീചാർജ് ചെയ്യാനും, ക്രെഡിറ്റ് കാർഡ് റീചാർജ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാം അറിയുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ മുമ്പ് ചെയ്തിട്ടുള്ളത് പോലെ തന്നെ, ഇപ്പൊ എനിക്കറിയാം ഇതിൽ പങ്കെടുത്തിട്ടുള്ള പലരും കുറച്ചൊക്കെ ഡിജിറ്റൽ ലിറ്ററസി, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഈ ഡിജിറ്റലി കുറച്ചുകൂടി അവബോധമുള്ള ആളുകളായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെല്ലാവരും മറ്റേതെങ്കിലും ഒക്കെ ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ടാവാം. അതായത് ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഫോൺ പേയോ പോലെയുള്ള ആപ്പുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മൊബൈൽ റീചാർജുകളും DTH റീചാർജുകളും ഒക്കെ ചെയ്യുന്നുണ്ടാവാം. ഇത്തരത്തിലുള്ള മൊബൈൽ റീചാർജുകളും DTH റീചാർജുകളും ഒക്കെ സർവീസ് ചാർജുകൾ ഇല്ലാതെ നമ്മുടെ ആപ്പുകളിലൂടെ ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റു ആപ്പുകളിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ, അതായത് ഗൂഗിൾ പേയുടെ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഒരു 299 രൂപയുടെ ഒരു റീചാർജ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 299 രൂപയല്ല നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റ് ആവുന്നത്, 299 രൂപ പ്ലസ് 1.80 പൈസയും കൂടി, അതായത് 300 രൂപ 80 പൈസ നമുക്ക് ചെലവാകുന്നു എന്ന് പറയാം. എന്നാൽ ഇൻപേയിലൂടെ നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ 299 രൂപ മാത്രമേ ചെലവാകൂ എന്ന് മാത്രമല്ല, അതിന് ബെനിഫിറ്റുകൾ വേറെയും, അല്ലെങ്കിൽ അതിലും കൂടുതൽ ബെനിഫിറ്റുകൾ തിരിച്ചു കിട്ടുന്നു എന്നുള്ളത് കൂടി നമുക്ക് ഇനി വഴിയെ മനസ്സിലാക്കാം. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു ഇൻപേയുടെ ആപ്ലിക്കേഷനാണ്, ഒരു CBI ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിലൂടെ ഇൻപേയുടെ പ്ലാറ്റിനം എന്നുള്ള ഈ പാക്കേജിലൂടെ നമുക്ക് ലഭിക്കാവുന്ന ഓഫറുകൾ, അല്ലെങ്കിൽ എന്തിനാണ് ഈ പാക്കേജ് നമ്മൾ ഉപയോഗിക്കുന്നത്? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ കിട്ടുന്നുണ്ടല്ലോ, ഗൂഗിൾ പേയിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആപ്ലിക്കേഷനിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. എന്നാൽ കമ്പനി പറയുന്നു, നിങ്ങൾ ഒരു 999 രൂപ അടക്കും എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം, പൈസ അടച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ വാങ്ങുന്നത് വെറുതെ കിട്ടുന്ന കുറെ ആപ്ലിക്കേഷനുകളില്ലേ, അപ്പൊ അതിലൂടെ നമുക്ക് ചെയ്താൽ പോലെ. എന്നാൽ അതല്ല, കമ്പനി നിങ്ങളോട് ആവശ്യപ്പെടുന്നത് വെറും 999 രൂപ അടച്ചുകൊണ്ട് ഒരു ഇൻപേയുടെ ഒരു പ്ലാറ്റിനം ആപ്ലിക്കേഷൻ വാങ്ങി നിങ്ങളുടെ മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയും അതിലൂടെ മൊബൈൽ റീചാർജോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ മാത്രം ചെയ്യുക എന്നുള്ളതല്ല. കമ്പനിയുടെ ബിസിനസ് പ്രൊമോട്ടറായി കമ്പനിയുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് കമ്പനിയുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഒരു ബിസിനസ് കൂടി നിങ്ങളോടൊപ്പം ചെയ്യാൻ കമ്പനി തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങളോട് വെറും ഒരു 999 രൂപ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ആവശ്യപ്പെടുന്ന ഈ തുക ഏത് രീതിയിലാണ് നമ്മൾക്ക്
ഒരു ബെനിഫിറ്റ് ആവുന്നത്. 999 രൂപ ഞാൻ അടക്കാം, എന്നാൽ എന്താണ് എനിക്ക് ബെനിഫിറ്റ് എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത്, 999 രൂപ അടക്കുന്നവർക്ക് കമ്പനി ക്യാഷ് ബാക്കായി നൽകുകയാണ് 1200 രൂപ. ഒരു വർഷം കൊണ്ട് 1200 രൂപ അദ്ദേഹത്തിന് ആ പണം നമ്മൾ അടച്ച 999 രൂപയുടെ കൂടെ അല്ലെങ്കിൽ ഒരു 1000 രൂപയുടെ കൂടെ ഒരു 200 രൂപ കൂടി എക്സ്ട്രാ നമുക്ക് തിരിച്ചു തരികയാണ് കമ്പനി. ഇത് പല ഘട്ടങ്ങളായി അല്ലെങ്കിൽ പല രീതിയിലാണ് തരുന്നത് എന്നുള്ളതേ ഉള്ളൂ. ഒരു 2 രീതികളിലൂടെയാണ് നമുക്ക് തരുന്നത്. അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാം. ഏതൊക്കെ രീതിയിലാണ് ക്യാഷ് ബാക്കുകൾ നമുക്ക് നൽകുന്നത് എന്ന് നോക്കാം. ക്യാഷ് ബാക്ക് നൽകുന്നത് 1200 രൂപയാണെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. അത് 2 രീതിയിലാണ്, 2 ഓപ്ഷനുകൾ. അത് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രാധാന്യം എന്ന് പറയുന്നത്. ഇൻപേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തന്നെ സെലക്ട് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണിത്. ഇത് കമ്പനി നിർബന്ധിക്കുന്നില്ല നിങ്ങൾ ഇത് തന്നെ സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ അത് സെലക്ട് ചെയ്യണം എന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് സ്വയം തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ തിരഞ്ഞെടുക്കുന്നത് 2 ഓപ്ഷനുകളിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഗെറ്റ് എ 6 months റീചാർജ്. 6 മാസത്തെ റീചാർജ് നിങ്ങൾക്ക് 200 രൂപ വെച്ച് തരുന്നു. ഇത് ഇൻപേയുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. 200 രൂപ വെച്ച് ഓരോ മാസത്തെ ഇടവേളകളിലും, അതായത് ഈ മാസം റീചാർജ് ഇന്ന് ഇത് സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തി, ഇന്ന് ഇൻപേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ഒരു വ്യക്തിക്ക് ഇതേ ദിവസം അടുത്ത മാസം 18-ാം തീയതി അദ്ദേഹത്തിന്റെ വാലറ്റിലേക്ക് 200 രൂപ ക്രെഡിറ്റ് ചെയ്യപ്പെടും. പിന്നീട് തുടർന്നുള്ള എല്ലാ മാസങ്ങളിലും ഓരോ മാസത്തെ ഇടവേളകളിലും 200 രൂപ വീതം അദ്ദേഹത്തിന്റെ വാലറ്റുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും. 6 തവണകളായി 200 രൂപ വീതം നിങ്ങൾക്ക് നിങ്ങൾ അടച്ച തുകയേക്കാൾ കൂടുതൽ തിരിച്ചു കിട്ടുന്ന രീതിയിലാണ് കമ്പനി ഇത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അതല്ല ഇനി ആ ഓപ്ഷൻ എനിക്ക് സ്വീകാര്യമല്ല, ഇനി എനിക്ക് വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് കമ്പനിക്ക് പറയാനുള്ളത്, പൊതുവെ എല്ലാവരും ചെയ്യുന്ന ഒരു റീചാർജ് സിസ്റ്റമാണ് ഇന്ന്, അല്ലെങ്കിൽ റീചാർജ് എമൗണ്ട് എന്ന് പറയുന്നത് ഏവറേജ് ഒരു 300 രൂപയാണ്. കാരണം ഇപ്പോഴുള്ള ഒരു 4G ഒരു കണക്ഷൻ, ഒരു 4G കണക്ഷന്റെ ഇന്റർനെറ്റ് അടക്കം ഒരു 1.5 GB എങ്കിലും കിട്ടണം എന്നുള്ള ഒരു പാക്കേജ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ, അല്ലെങ്കിൽ അതാണ് നമ്മൾ റീചാർജ് ചെയ്യുന്നതെങ്കിൽ ഏവറേജ് ഒരു 299, 350 എന്നുള്ള ആ റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏവറേജ് തുക എന്നുള്ള രീതിയിൽ ഒരു 300 രൂപ 4 തവണകളായി നിങ്ങളുടെ മൊബൈലുകളിലേക്ക്, നിങ്ങളുടെ ഇൻപേയുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്ന രീതിയിലും ഒരു ഓപ്ഷൻ കൂടി കമ്പനി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, ഓരോ വ്യക്തികൾക്കും സെലക്ട് ചെയ്യാം. കമ്പനി ഒരു നിർബന്ധവും പറയുന്നില്ല ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത്, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ രീതിയിൽ 300 രൂപ തുടർച്ചയായ 3 മാസങ്ങളിൽ, ഈ മാസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 18-ാം തീയതി ഇന്ന് ഇൻപേ ഇൻസ്റ്റാൾ ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത മാസം ഒക്ടോബർ 18-ാം തീയതി അദ്ദേഹത്തിന്റെ വാലറ്റിലേക്ക് 300 രൂപ ക്രെഡിറ്റ് ചെയ്യും. നവംബറിലും ഡിസംബറിലും തുടർച്ചയായി 3 മാസങ്ങളിൽ 300 രൂപ ക്രെഡിറ്റ് ചെയ്യപ്പെടുകയും പിന്നീട് 11-ാമത്തെ മാസം അടുത്ത വർഷം, അതായത് 2026, ഇപ്പോൾ ഇത് മാസം സെപ്റ്റംബർ ആണെങ്കിൽ ഈ ഇതിന്റെ തൊട്ട് മുന്നിലത്തെ മാസത്തിലേക്ക് ഓഗസ്റ്റ് 18-ാം തീയതി താങ്കളുടെ അക്കൗണ്ടിലേക്ക് അടുത്ത ലാസ്റ്റ് 300, 4-ാമത്തെ 300 രൂപ ക്രെഡിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ 1200 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചു കിട്ടുന്ന ഒരു സിസ്റ്റമാണ് കമ്പനി നമുക്ക് ക്യാഷ് ബാക്കായി തരുന്നത്. അപ്പോൾ ഇതിലൂടെ, ഇത് ഞാൻ അതിന്റെ ഒരു മുഴുവൻ ആയിട്ടുള്ള ഒരു പോസ്റ്ററാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് വലതുഭാഗത്ത് ഏറ്റവും താഴെയായി കാണാം 0 ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത്. നെക്സ്റ്റ് ഇയർ ഓട്ടോ റിന്യൂവൽ എന്നുള്ള ഒരു സിസ്റ്റവും നിങ്ങൾക്ക് കാണാൻ കഴിയും. നെക്സ്റ്റ് ഇയർ ഓട്ടോ റിന്യൂവൽ സിസ്റ്റം എന്നുള്ളത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിലൂടെ കമ്പനി ആവശ്യപ്പെടുന്നത്, എന്തുകൊണ്ടാണ് ഇത്തരം ഗ്യാപ്പ് ഇട്ടുകൊണ്ട് കമ്പനി റീചാർജുകൾ തരുന്നത് എന്നുള്ളതിനൊരു ഉത്തരം കൂടിയാണ് നെക്സ്റ്റ് ഇയർ ഓട്ടോ റിന്യൂവൽ എന്നുള്ളത്. അതായത് നിങ്ങൾ ചെയ്യുന്ന ഈ റീചാർജുകൾ, അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഇൻപേയിലൂടെ ചെയ്യുന്ന ഈ റീചാർജുകൾ തുടർച്ചയായി ഒരു വർഷം മിനിമം എല്ലാ മാസവും 1000 രൂപയുടെ എങ്കിലും നമ്മുടെ ഈ ഇൻപേയുടെ ആപ്ലിക്കേഷനിലൂടെ റീചാർജ് ചെയ്യുക. അതിന് 1000 രൂപയുടെ സ്വന്തം മൊബൈൽ നമ്പറിലേക്ക് തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ വീടുകളിലേക്കുള്ള DTH റീചാർജുകൾ, നിങ്ങളുടെ വീടുകളിലേക്കുള്ള മറ്റു മൊബൈലുകളിലേക്ക്, 1, 2, 3 മൊബൈലുകൾ ഇന്ന് വീടുകളിൽ ഇല്ലാത്ത വീടുകളില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ നമ്പറുകളിലേക്കൊക്കെ റീചാർജുകൾ നടത്താം. കൂടാതെ വാട്ടർ ബിൽ അടക്കാം, കറണ്ട് ബിൽ അടക്കാം. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ഏവറേജ് ഒരു തുക എന്ന് പറയുന്നത് ഒരു 1000 രൂപയുടെ ഒക്കെ റീചാർജ് മാസാമാസം നിങ്ങൾ ഇൻപേ വഴി തന്നെ നിർബന്ധമായും ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷം സെയിം ഡേറ്റിൽ നിങ്ങളുടെ ഈ ഇൻപേ ആപ്ലിക്കേഷൻ ഓട്ടോ റിന്യൂവൽ, ഓട്ടോമാറ്റിക്കായി റിന്യൂവൽ ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഇങ്ങനെ ഓട്ടോ റിന്യൂവൽ ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ 1000 രൂപ അടക്കേണ്ടി വരുന്നില്ല പിന്നീട്. മാത്രമല്ല ഈ ബെനിഫിറ്റുകളെല്ലാം കിട്ടുവാനും
നിങ്ങൾക്ക് അർഹതയുണ്ട് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിന്റെ വിശദമായ കാര്യങ്ങളൊക്കെ നമ്മൾ പൊതുവെ നമ്മുടെ ഫിസിക്കൽ മീറ്റിങ്ങുകളിലൂടെ അവതരിപ്പിക്കാറുണ്ട്, പറയാറുണ്ട്. ഏതായാലും ഓൺലൈൻ മീറ്റിങ്ങുകളിൽ ഇത്രയും വിശദമായി പറയുക എന്നുള്ളത് കുറച്ച് സമയമെടുത്ത് പറയേണ്ട ഒരു കാര്യമായതുകൊണ്ട് അതിനെ ഞാൻ ചുരുക്കി പറയുകയാണ്. അതുപോലെ തന്നെ ഇതിൽ കാണാം നമുക്ക് സീറോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് കാണാം. 999 രൂപ ചെലവഴിച്ച് ഒരു ഇൻപേ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന വ്യക്തിയോട് നമ്മൾ പറയുകയാണ്, നിങ്ങളൊരു അഡ്വാൻസ് ആയിട്ട് ഒരു 999 രൂപയാണ് അടച്ചിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് മാസാമാസം 300 രൂപ വെച്ച് അല്ലെങ്കിൽ ഓരോ മാസവും 200 രൂപ വെച്ചോ 6 തവണകളായോ അല്ല 4 തവണകളായോ നിങ്ങളുടെ മൊബൈലിലേക്ക് തന്നെ തിരിച്ച് എമൗണ്ടുകൾ തരുന്നുവെങ്കിൽ, നിങ്ങൾക്ക് 1200 രൂപ അങ്ങോട്ടേക്ക് തരുന്നുവെങ്കിൽ പിന്നെ നമുക്ക് എവിടെയാണ് ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്? നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ആകെയുള്ള നമ്മൾ ഇതിൽ കാണിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ റീചാർജ് ചെയ്യാനുള്ള സമയം എത്തുമ്പോൾ ഗൂഗിൾ പേയോ ഫോൺ പേയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൊബൈൽ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ മൊബൈൽ ഷോപ്പുകളിലോ പോയി റീചാർജ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ഇൻപേയുടെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ഒന്ന് റീചാർജ് ചെയ്യുക. ഇത് മാത്രമാണ് നിങ്ങൾ ആകെ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇത് ചെയ്യുക എന്ന് മാത്രമേ കമ്പനി ആവശ്യപ്പെടുന്നുള്ളൂ. അതിനുവേണ്ടിയാണ് നിങ്ങൾക്ക് ഒരു ഓഫർ കൂടി തന്നുകൊണ്ട് ഇങ്ങനെ ക്യാഷ് ബാക്ക് കൂടി തരുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൂടാതെ കമ്പനി നമുക്ക് ഈ ആവശ്യങ്ങളൊക്കെ അറിയിക്കുമ്പോഴും കമ്പനി നിങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മളിലൂടെ, നമ്മൾ ഓരോരുത്തരിലൂടെയും കമ്പനി ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്ലോബൽ ലീഡറായി മാറുകയും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു കമ്പനിയായി മാറുക, ഡയറക്ട് സെല്ലിങ്ങിൽ ഒരു വലിയ കമ്പനിയായി മാറുക എന്നുള്ളതൊക്കെയാണ് കമ്പനിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിന്റെ കൂടെ നിൽക്കാൻ ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ ഒരു മാൻ പവറിന് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ഗ്ലോബൽ ലീഡർഷിപ്പിലേക്ക് ഒരു കമ്പനിയെ എത്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലായത് കൊണ്ടാണ് കമ്പനി ഈ രീതിയിൽ നമ്മൾ ഓരോരുത്തരുടെയും ചേർത്ത് നിർത്തുന്നതും നമ്മൾ ചേർന്ന് നിൽക്കുന്നു എന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിലേക്ക് നമ്മൾ ഓരോരുത്തർക്കും നല്ല രീതിയിലുള്ള വരുമാനം, നിങ്ങൾ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ കമ്പനി ആ രീതിയിലുള്ള നല്ല രീതിയിലുള്ള വരുമാനങ്ങൾ കൂടി പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതാണ് ബിസിനസ് എന്ന് പറയുന്നത്. ബിസിനസ്സിന് വേണ്ടിയാണ് നമ്മൾ ഒരു 1000 രൂപ ചെലവഴിക്കുന്നത് എന്ന് തന്നെ വെക്കുക. നമ്മൾ ഇൻപേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനോ അതിന് ഉപയോഗിക്കുന്നതിനോ വേണ്ടിയല്ല ഞാനൊരു ബിസിനസ് ചെയ്യാൻ ആരംഭിക്കുന്നു. ആ ബിസിനസ്സിന് വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു 1000 രൂപ. ആ ബിസിനസ്സിലൂടെ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. അതിലൂടെ ആദ്യമായി നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്, ഇൻകം ആൻഡ് ബെനിഫിറ്റിൽ ഞാൻ ആദ്യമായി പറയാൻ പോകുന്നത് റഫറൽ ഇൻകം എന്നുള്ളതാണ്. നമ്മൾക്ക് ഇതിലൂടെ കിട്ടുന്ന ഒരു അവസരം എന്ന് പറയുന്നത് നമുക്ക് ഈ ആപ്ലിക്കേഷനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താം എന്നുള്ളതാണ്. മറ്റുള്ള നമ്മുടെ ബന്ധുക്കളോ പരിചയക്കാരോ അല്ലെ ബന്ധപ്പെട്ടവരോ അല്ലെ നമ്മുടെ കോണ്ടാക്ട്സിലുള്ളവരോ ആയ ഏത് വ്യക്തികൾക്കും നമുക്ക് ഈ മൊബൈൽ ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്താം. എങ്ങനെ പരിചയപ്പെടുത്താം? വളരെ സിമ്പിളായി പരിചയപ്പെടുത്താം. ഇത് എടുത്ത് നടക്കേണ്ട. ആരോടെങ്കിലും നമ്മുടെ മൊബൈലുകളിൽ നിന്നും നമ്മുടെ മൊബൈലിലെ ഇൻപേ ആപ്ലിക്കേഷനിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, റെഫർ ആൻഡ് ഏൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഒരു ലിങ്ക് അയക്കാനുള്ള, ഷെയർ ചെയ്യാനുള്ള ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിനെ ഒന്ന് ഷെയർ ചെയ്ത് വാട്സാപ്പിലൂടെയോ അല്ലെങ്കിൽ മെസ്സേജ് ആയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മൊബൈലിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുകയും അദ്ദേഹം അത് ഉപയോഗിക്കാൻ തയ്യാറാവുകയും 999 രൂപ കൊടുത്ത് ഇത് ആക്റ്റീവ് ആക്കുകയും ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്നു 500 രൂപ ഓരോ റഫറലിനും. ഈ രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വരുമാനമാണ് ആഗ്രഹിക്കുന്നത്. ഒരു നല്ല രീതിയിലുള്ള വരുമാനം ഒരു ദിവസം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഞാൻ പറയുന്ന ഏകദേശം ഒരു ഉദാഹരണം മാത്രമാണ്. ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ഇതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അവർക്ക് വരുത്താൻ കഴിയും. എങ്കിലും ഏവറേജ് ഞാൻ പറയുകയാണ്, നിങ്ങൾക്കൊരു 10 പേരെയെങ്കിലും ഒരു ദിവസം പരിചയപ്പെടുത്താൻ പറ്റിയാൽ ഒരാളുടെ വരുമാനം എന്ന് പറയുന്നത്, ആ ഒരു ഒറ്റ ദിവസത്തെ വരുമാനം എന്ന് പറയുന്നത് 5000 രൂപയാണ്. 500 രൂപ നമുക്ക് ഓരോ റഫറലിനും കിട്ടുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 10 പേരെ പരിചയപ്പെടുത്തുമ്പോൾ 5000 രൂപ കിട്ടുന്നു. ഇത് ഒരു 30 ദിവസം കണ്ടിന്യൂസ് ആയി ചെയ്യുകയാണെങ്കിൽ, നമ്മൾ 30 ദിവസം കണ്ടിന്യൂസ് ആയി ഇതുപോലെ 10 പേരെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടീമിൽ, റഫറൽ ടീമിൽ ഒരു 300 പേര് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അതോടൊപ്പം തന്നെ നമ്മൾ 1.5 ലക്ഷം രൂപ ഏൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവും. 1.5 ലക്ഷം രൂപയല്ല, അതിലും മേലെ വരുമാനം വരാവുന്ന സിസ്റ്റം ഇനി ഞാൻ അടുത്തതായി പറയാൻ പോവാണ്. ആ സിസ്റ്റത്തിന്റെ പേരാണ് റഫറൽ ടീം ബോണസ് എന്ന് പറയുന്നത്. അത്തരത്തിലൊരു ബോണസ് കൂടി കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ റഫറൽ ടീം ബോണസ് എങ്ങനെയാണ് നമുക്ക് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് നോക്കാം. അതായത് ഞാൻ പറഞ്ഞു, ഒരു 3 പേരെയെങ്കിലും നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്നുവെങ്കിൽ, ഞാൻ നേരത്തെ 10 പറഞ്ഞതിന് പകരം ഞാൻ പറയുന്നു ഒരു 3 പേരെയെങ്കിലും നിങ്ങൾ നേരിട്ട് നിങ്ങളുടെ പരിചയത്തിലോ കുടുംബത്തിലോ വീട്ടിലോ ഒക്കെ ഉള്ള ആരെയെങ്കിലും ഈ ഇൻപേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യിക്കാൻ വേണ്ടി തയ്യാറാവുകയാണെങ്കിൽ അദ്ദേഹം ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ 1000 രൂപ കൊടുത്ത് കമ്പനിയിലേക്ക് അടച്ച് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിലൂടെ നിങ്ങൾ കടന്നു വരികയാണെങ്കിൽ നിങ്ങൾക്ക് കമ്പനി അനുവദിക്കുന്ന ഒരു 500 രൂപ ആ റഫറലിന്. അങ്ങനെ ഒരു 3 പേരെങ്കിലും നമ്മൾ പരിചയപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റഫറലിൽ കിട്ടുന്നു, റഫറൽ ബോണസ് ആയി കിട്ടുന്നു 1500 രൂപ.
എന്നാൽ ഇതേ വ്യക്തികളോടും ഇതുപോലെ മീറ്റിങ്ങുകളിലോ പ്രോഗ്രാമുകളിലോ പങ്കെടുക്കാൻ പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അതിനൊരു ഒരു റൂട്ട് ഉണ്ട്. ആ റൂട്ടിൽ തന്നെ നമ്മൾ പോകണം എന്നുള്ളതാണ് പറയാനുള്ളത്. അതായത് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു വ്യക്തി ഇത് പ്രധാനപ്പെട്ടും മനസ്സിലാക്കുക, കഴിയുന്നവർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഏറ്റവും നല്ലതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, അതായത് നമ്മുടെ സിബൈയിലേക്ക് വന്നതോ അല്ലെങ്കിൽ ഇൻപേയുടെ ആപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ അറിഞ്ഞു, 999 രൂപ കൊടുത്തു, ഞാൻ ഇതിൽ ബിസിനസ് പ്രൊമോട്ടർ ആയി എന്നിരിക്കെ വന്ന വ്യക്തി ആദ്യമായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുകയാണ്. അങ്ങനെ വരുന്ന വ്യക്തികളിലൂടെ വരുന്ന ടീമിനെയാണ് റഫറൽ ടീം എന്ന് പറയുന്നത്. ആ ടീമിലേക്ക്, അതിന്റെ ബോണസിലേക്ക് വരുന്നതിന് മുമ്പായി ഞാൻ ആ ഒരു കൃത്യമായ ഒരു പോയിന്റിലേക്ക് കടക്കുകയാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഈ വന്നിട്ടുള്ള ബിസിനസ് പ്രൊമോട്ടറായി വന്നിട്ടുള്ള വ്യക്തി നമ്മുടെ സിബൈക്ക് ഒരു ലിങ്ക് ഉണ്ട്, അതായത് നമ്മുടെ www. എന്ന് പറഞ്ഞിട്ടുള്ള അതായത് ഗൂഗിളിലൂടെ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാവുന്ന ഒരു ലിങ്ക് ഉണ്ട്. അല്ലെങ്കിൽ ആ ലിങ്ക് നമ്മുടെ സിബൈയുടെ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നേരെ ഗൂഗിളിലേക്ക് പോവുകയും ഗൂഗിളിലൂടെ ഈ വന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പേരുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാം. അത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുക. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഗൂഗിളിലൂടെ ആദ്യമായി രജിസ്റ്റർ ചെയ്യുക, സിബൈയിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. സിബൈയുടെ സൈറ്റിലൂടെ രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇദ്ദേഹം ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത്, 999 രൂപ അല്ലെങ്കിൽ ഏത് പാക്കേജ് ആണോ എടുക്കുന്നത് ആ പാക്കേജിന്റെ തുക എന്ന് പറയുന്നത് കമ്പനിയുടെ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് അവരുടെ അക്കൗണ്ടിൽ തന്നെ, സ്വന്തം അക്കൗണ്ടിൽ തന്നെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. 1000 രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതാണ് രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത്, അതായത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നീട് എന്ത് ചെയ്യാം, ഇതേ വ്യക്തിക്ക് ആരാണോ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആ വ്യക്തിക്ക് ഇൻപേയുടെ ആപ്ലിക്കേഷന്റെ ലിങ്ക് കൂടി അയച്ചു കൊടുക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഇൻപേയുടെ ആപ്ലിക്കേഷൻ കൂടി അയച്ചു കൊടുക്കുക. ഇൻപേയുടെ ആപ്ലിക്കേഷൻ അയച്ചു കൊടുക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ മൊബൈലിലേക്ക് ഈ ഇൻപേ ആപ്ലിക്കേഷന്റെ ലിങ്ക് കിട്ടുകയും ആ ലിങ്ക് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിലൂടെ ഡൗൺലോഡ് ചെയ്യുവാൻ ഫ്രീ ആണ്, അതൊക്കെ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യുവാനുള്ള ഓപ്ഷൻ വരികയും അങ്ങനെ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതിനെ ആക്റ്റീവ് ആക്കുന്നതിനായി നമുക്ക് അതിൽ നമ്മുടെ KYC, അതുപോലെ KYC ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡും അതിന്റെ നമ്പറുകളും ഒക്കെ എൻറ്റർ ചെയ്തുകൊണ്ട് KYC സബ്മിറ്റ് ചെയ്യുക. KYC സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഈ KYC അപ്രൂവൽ ചെയ്യുന്നതിനായി കമ്പനി നിങ്ങളുടെ എമൗണ്ട് അവിടെ ക്രെഡിറ്റ് ആയ ഉടനെ തന്നെ ഈ KYC നിങ്ങൾക്ക് ഇതിന് പിന്നാലെ തന്നെ KYCയുടെ ഒരു സബ്മിഷനും കൂടി എത്തിക്കഴിയുമ്പോൾ കമ്പനി അവിടെ നിന്നും അപ്രൂവൽ ചെയ്യുകയും നിങ്ങളുടെ ഇൻപേ ആപ്ലിക്കേഷൻ ആക്റ്റീവ് ആവുകയും ചെയ്യും. പിന്നീട് അത് തൊട്ട് നിങ്ങൾക്ക് ഇൻപേ ആപ്ലിക്കേഷനെ റെഫർ ചെയ്യാനോ അല്ലെങ്കിൽ ഇൻപേ ആപ്ലിക്കേഷനോട് റീചാർജ് ചെയ്യാനോ മറ്റ് ബിൽ പേയ്മെന്റുകൾ ചെയ്യാനോ ഒക്കെ സാധിക്കുന്നതാണ്. ഈ സ്റ്റെപ്പുകൾ വഴി തന്നെ വരിക. ഇത് തന്നെയാണ് ലീഡേഴ്സിന് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം എന്നുള്ളത്. അത് തന്നെ പുതിയ ആൾക്കാരെയും പഠിപ്പിക്കുക. ഇതൊക്കെയാണ് ഇതിന്റെ സ്റ്റെപ്പ്. ദെൻ അതിനുശേഷം മറ്റൊരു കാര്യം കൂടി ചെയ്യുക. ഞാൻ പറഞ്ഞു സിബൈയുടെ സൈറ്റിലൂടെയാണ് നമ്മൾ നേരത്തെ രജിസ്റ്റർ ആയതെങ്കിൽ സിബൈക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, സിബൈക്കും ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ സിബൈയുടെ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ നമ്മുടെ മൊബൈൽ നമ്പറും അതുപോലെ ഒരു പാസ്വേഡും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം നമ്മുടെ ബിസിനസ് മുഴുവനും അറിയുന്നത്, അതായത് നമുക്ക് വന്ന ടീമുകൾ, നമ്മൾ ചെയ്തിട്ടുള്ള ബിസിനസ്സുകൾ, നമ്മളിലൂടെ വന്നിട്ടുള്ള റഫറലുകൾ, നമ്മുടെ ടീമിലൂടെ വന്നിട്ടുള്ള റഫറൻസുകൾ ഒക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത് ഈ സിബൈയുടെ ആപ്ലിക്കേഷനിലൂടെയാണ്. ഇൻപേയുടെ ആപ്ലിക്കേഷൻ വെറും റീചാർജുകളോ അല്ലെങ്കിൽ മറ്റ് മൊബൈൽ യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റുകളോ ഒക്കെ ചെയ്യാനാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ സൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സിബൈ ആണ്. അപ്പൊ സിബൈയിലൂടെയാണ് നമ്മൾ ചെയ്യുന്ന ബിസിനസിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ വരുമാനങ്ങളും ഒക്കെ അറിയാൻ പറ്റുന്നത് സിബൈയിലൂടെയാണ്. അതുകൊണ്ട് സിബൈ കൂടി ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം അതേ ദിവസം, അതായത് ഈ വന്നിട്ടുള്ള വ്യക്തികളെ അതേ ദിവസത്തെ 8 മണിക്കുള്ള പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുക. അതിനാണ് എല്ലാ ദിവസവും പ്രോഗ്രാം നടത്തുന്നത്. 8 മണിക്കുള്ള ഈ പ്രോഗ്രാമിൽ, ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുപ്പിക്കുക. അവർക്ക് ഈ നമ്മുടെ സിസ്റ്റത്തിനെ കുറിച്ചും നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും നമ്മുടെ ബിസിനസിനെ കുറിച്ചും നമ്മുടെ വരുമാനങ്ങളെ കുറിച്ചും ഒക്കെ പഠിപ്പിക്കുവാൻ വേണ്ടി അവരെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരുത്തുക എന്നുള്ളതാണ്. കൂടാതെ അതിന് ഏറ്റവും അടുത്ത് വരുന്ന ഏതാണോ ഫിസിക്കൽ മീറ്റിംഗ്, ആ ഫിസിക്കൽ മീറ്റിംഗ് കൂടി അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ പ്രോസസ്സ് പൂർത്തിയാവുകയും അദ്ദേഹം ഒരു സിബൈയുടെ ബിസിനസ് പ്രൊമോട്ടർ എന്നുള്ള ഒരു
വ്യക്തിയായി അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്രൊമോട്ടറായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഈ ഒരു പ്രോസസ്സിലൂടെ തന്നെ കടന്നു പോകണം. കാരണം അത് കമ്പനിയുടെ സിസ്റ്റമാണ്, ശരിക്കും പറഞ്ഞാൽ കമ്പനിയുടെ ബൈലോ ആണ്, കമ്പനിയുടെ നിയമമാണ്. അത് ആ രീതിയിൽ തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ക്ലിയറായി, ഇത്രയും വളരെ സാവധാനത്തിൽ വളരെ ക്ലിയറായി മനസ്സിലാവുന്ന രീതിയിൽ സംസാരിച്ചത്. ഇനിയും ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. ലീഡേഴ്സിനോട് ചോദിച്ചോ അല്ലെങ്കിൽ കമ്പനിയുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. ഏതായാലും ഞാൻ ഇത്തരത്തിൽ വരുന്ന വ്യക്തികളെയാണ് നമ്മൾ ബിസിനസ് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇവരാണ് നമ്മൾ റെഫർ ചെയ്യുന്ന വ്യക്തികൾ എന്ന് പറയുന്നത്. ആ റെഫർ ചെയ്യുന്ന വ്യക്തികളെയാണ് ഞാൻ ഈ പറഞ്ഞ 3 വ്യക്തികളായി നമ്മൾ വന്നു. അതിൽ നമ്മൾ 500 രൂപ വീതം വാങ്ങി 1500 രൂപ കിട്ടി. എന്നാൽ സെക്കൻഡ് ലെവൽ, രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഈ വ്യക്തികളോടും നമ്മൾ ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ പ്രോസസ്സിലൂടെ കടന്നു വന്നിട്ടുള്ള വ്യക്തികൾ ചെയ്യുന്നതും സെയിം ഇത് തന്നെയാണ്. അവരോടും പറയുന്നത് നിങ്ങൾ 3 പേരെങ്കിലും പരിചയപ്പെടുത്തൂ. ആ വന്ന 3 പേരും 3 പേരെ പരിചയപ്പെടുത്തുമ്പോൾ 9 പേരാവുന്നു. നമുക്ക് ആ 3 പേരുടെ 9 പേരിൽ നിന്നും അവർ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി 20 രൂപ റഫറൽ കമ്മീഷനായി, റഫറൽ ടീം ബോണസായി നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ലെവലിൽ നിന്ന് നമുക്ക് 180 രൂപയും, മൂന്നാമത്തെ ലെവലിൽ 27 പേര്, ഈ വന്ന 9 പേര് 3 പേരെ വെച്ച് പരിചയപ്പെടുത്തുമ്പോൾ 27 പേരാവുകയും അവരിലൂടെയും നമുക്ക് 20 രൂപ വെച്ച് 540 രൂപയും, നാലാമത്തെ ലെവലിൽ അത് 81 പേര്, അവരിലൂടെയും നമുക്ക് 20 രൂപ കിട്ടുന്നു, 1620. അഞ്ചാമത്തെ ലെവലിൽ 243-ന് 4860. ആറാമത്തെ ലെവലിൽ 729, 14580. ഏഴാമത്തെ ലെവലിൽ 2187, 43740, 8, 6561, 1,31,120, 9, 19, 683, 3,93,660. എന്നാൽ ഏറ്റവും ലാസ്റ്റ് ലെവലായ 10ാമത്തെ ലെവൽ എന്ന് പറയുന്നത് 59,049 പേര് പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ടീമിലേക്ക് വരുമ്പോൾ റഫറൽ ടീം പൂർത്തിയാവുകയും ഈ റഫറൽ ടീമിലൂടെ ടോട്ടൽ നമ്മൾക്ക് ലാസ്റ്റ് ലെവലിൽ നിന്ന് 11,80,000 അടക്കം 17,72,880 രൂപ നമുക്ക് ലഭിക്കുന്നു. ഇതിലൂടെ നമുക്ക് 88,572 മെമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ടോട്ടൽ. ഈ ടീമിലൂടെയാണ് പിന്നീടുള്ള നമ്മുടെ മുഴുവൻ വരുമാനങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ രീതിയിലൊക്കെ നമുക്ക് ഇത്രയും വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് കമ്പനി തന്നിട്ടുള്ളത്. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞത് ഒരു 3 പേരെങ്കിലും പരിചയപ്പെടുത്തുമ്പോഴുള്ള വരുമാന മാർഗമാണ് ഈ പറഞ്ഞത് എങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എത്ര പേരെ വേണമെങ്കിലും പരിചയപ്പെടുത്താം. അൺലിമിറ്റഡ് ആണ്. നിങ്ങൾക്കൊരു 100 പേരെ പരിചയപ്പെടുത്താൻ കഴിയും, അല്ലെങ്കിൽ അതിലും കൂടുതൽ ഡയറക്റ്റ് പരിചയപ്പെടുത്താൻ പറ്റുമെങ്കിൽ അവരൊക്കെ ഈ പറഞ്ഞതുപോലെ റഫറൽ ടീമുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിനൊക്കെ മുകളിലായിരിക്കും നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത്. അപ്പൊ വരുമാനം എത്ര വേണമെന്നുള്ളത് നമ്മളല്ല, കമ്പനിയല്ല തീരുമാനിക്കുന്നത്, നമ്മൾ ഓരോരുത്തരാണ്, വന്നിട്ടുള്ള ഓരോരുത്തരാണ് അത് തീരുമാനിക്കേണ്ടത്. സോ റഫറൽ ടീം ബോണസിനെ കുറിച്ച് പറഞ്ഞു. ഇനി ദെൻ മൂന്നാമത്തെ ബോണസ് അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു ഇൻകം എന്ന് പറയുന്നത് മൈ ടീം ഇൻകം എന്നാണ്. മൈ ടീം ഇൻകം ഇത് ഈ പറഞ്ഞതിന്റെ മറ്റൊരു വേർഷനാണ്. നമ്മൾ നേരിട്ട് പ്രവർത്തിച്ചപ്പോഴാണ് നമ്മൾക്കൊരു ടീമും ഒരു റഫറൽ ടീമും ഒക്കെ വന്നത് എങ്കിൽ ഇത്തരത്തിൽ കമ്പനിയിലേക്ക് വരുന്ന ഓരോ വ്യക്തികളും സ്വന്തമായി അവരുടെ ഇഷ്ടത്തിന് വരുന്ന ഓരോ വ്യക്തികളും ആരുടെയൊക്കെയോ കെയർ ഓഫിൽ ആരൊക്കെയോ പരിചയപ്പെടുത്തി വരുന്ന ഓരോ വ്യക്തികളും കമ്പനിയുടെ അതായത് കമ്പനി ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഓട്ടോപൂൾ സിസ്റ്റത്തിലേക്ക് ജനറേറ്റ് ചെയ്യപ്പെടുകയും അദ്ദേഹത്തിന് വന്നിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള ഓരോ വ്യക്തികളും ഇദ്ദേഹത്തിന്റെ 3 വ്യക്തികളായി രൂപപ്പെടുകയും അത് ഒരു മൂന്ന് പോസ്റ്റിങ്ങുകളായി ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. 3 പോസ്റ്റിങ്ങുകളാണ്. ഓരോ വ്യക്തികളും, ഒരു വ്യക്തി ഇപ്പോൾ ഞാനാണ് വന്നത് എങ്കിൽ ഞാൻ വന്നതിന് ശേഷം ഏതൊക്കെയോ ഭാഗങ്ങളിൽ നിന്ന്, ഇന്ത്യയുടെ ഏതൊക്കെയോ ഭാഗങ്ങളിൽ നിന്ന് കമ്പനിയിലേക്ക് ബിസിനസ് പ്രൊമോട്ടേഴ്സായി വരാൻ താല്പര്യപ്പെടുകയും 999 രൂപ അല്ലെങ്കിൽ ഏതെങ്കിലും പാക്കേജ് എടുത്ത് ബിസിനസ് പ്രൊമോട്ടറായി വരികയും ചെയ്യുമ്പോൾ കമ്പനി ജനറേറ്റ് ചെയ്തു വെച്ചിട്ടുള്ള ആ ഓട്ടോപൂൾ സിസ്റ്റത്തിൽ, അത് സിസ്റ്റം ജനറേറ്റഡ് ആണ്. കമ്പനി ചെയ്യുന്നതോ അല്ലെ വ്യക്തികൾ ചെയ്യുന്നതോ ഒന്നുമല്ല, അത് ആദ്യമേ സിസ്റ്റം ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആര് വരുന്നോ അതിനനുസരിച്ച് അത് ഓട്ടോപൂളായി സിസ്റ്റം ജനറേറ്റ് ചെയ്യപ്പെടുക ചെയ്യുക. അത്തരത്തിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഈ സിസ്റ്റത്തിലൂടെ വരുന്ന, ഞാൻ വന്നതിന് ശേഷം മറ്റൊരു വ്യക്തി വരികയാണെങ്കിൽ എന്റെ ഒരു സൈഡിലേക്ക് ഒരു വ്യക്തി ഓട്ടോമാറ്റിക്കായി പോസ്റ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഒരു വ്യക്തിക്ക് 3 വ്യക്തികൾ എന്നുള്ള രീതിയിൽ കമ്പനി ക്രിയേറ്റ് ചെയ്തു വെക്കും. ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ സിസ്റ്റത്തിലൂടെ ഒന്നാമത്തെ ലെവലിൽ 3 പേരും, രണ്ടാമത്തെ ലെവലിൽ ആ 3 പേർക്ക് 3 പേരും, മൂന്നാമത്തെ ലെവൽ അങ്ങനെ 9, മൂന്നാമത്തെ ലെവലിൽ ആ 9 പേർക്ക് 3 പേര് 27, 81, 243, 729, 2187, അങ്ങനെ 6561 പേര് വരെ 8 ലെവൽ വരെ ഈ ഒരു മൈ ടീം എന്നുള്ള സിസ്റ്റത്തിലൂടെ നമുക്ക് ജനറേറ്റ് ചെയ്യപ്പെടുന്നു.
അതിലൂടെ 9,840 പേരാണ് നമ്മുടെ ഒരു പിരമിഡ് എന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ 9,840 പേരാണ് പിന്നീട് നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ളവർ എന്ന് പറയാം. ഇതിൽ 9,840 പേരും നമ്മൾക്ക് വേണ്ടി ഒന്നും ചെയ്യണം എന്ന് നമ്മൾ പറയില്ല. അവരൊന്നും ചെയ്യുന്നില്ലെങ്കിലും സ്വന്തമായി വീട്ടിലേക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങുകയും കഴിക്കുകയും ചെയ്താൽ മതി, നമ്മൾ ഓരോരുത്തരും രക്ഷപ്പെടും. അതാണ് കമ്പനിയുടെ സിസ്റ്റം എന്ന് പറയുന്നത്. അതാണ് കമ്പനി പ്ലാൻ ചെയ്തിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഞാൻ പറഞ്ഞു മൈ ടീം അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി ഇനി അടുത്ത ഒരു സെഷനിലൂടെ ഞാൻ കടന്നു വരും. അതിനു മുമ്പായി മറ്റൊരു കാര്യം കൂടി പറയാം. നമ്മുടെ ഇൻകം പ്ലാനിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ബെനിഫിറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അടുത്തതായി നാലാമതായി വരുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. നമുക്ക് നാലാമതായി കിട്ടുന്ന ഒരു ബെനിഫിറ്റ് റീചാർജ് കമ്മീഷൻ ആണ്. ഈ റീചാർജ് കമ്മീഷനിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ബിസിനസ് പ്രൊമോട്ടറായി വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാം, ഓരോ മൊബൈൽ DTH റീചാർജുകൾക്കും 2% വരെ കമ്മീഷൻ വേറെയും നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു 999 രൂപ എടുത്ത് വന്ന ഒരു വ്യക്തി 1,200 രൂപ ക്യാഷ് ബാക്കിന് എലിജിബിൾ ആയി കഴിഞ്ഞു. അതിനു പുറമെ ഇന്ന് ആക്റ്റീവായ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കണക്ഷനിലേക്ക് റീചാർജ് ചെയ്ത് കൊടുക്കാൻ ഒരു ആവശ്യം വന്നപ്പോൾ അദ്ദേഹം പൈസ നമ്മുടെ ഇന്ത്യയുടെ വാലറ്റിലേക്ക് ഗൂഗിൾ പേ വഴി കയറ്റുകയും അതുവഴി അദ്ദേഹം റീചാർജ് ചെയ്യാനും തയ്യാറായാൽ അദ്ദേഹം ഒരു 300 രൂപയുടെ റീചാർജ് ചെയ്ത് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് 6 രൂപയെങ്കിലും തിരിച്ച് അദ്ദേഹത്തിന്റെ വാലറ്റിലേക്ക് തന്നെ, അതായത് അദ്ദേഹത്തിന് 294 രൂപയെ ചെലവാകുന്നുള്ളൂ എന്നാണ്. ഓക്കെ, ഈ രീതിയിൽ കമ്മീഷൻ അപ്പോൾ തന്നെ നമ്മുടെ വാലറ്റുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു രീതിയിൽ ബിസിനസ് പ്രൊമോട്ടേഴ്സിന് 2%, അത് ജിയോ ആണെങ്കിൽ 1% ആണ്. ജിയോ ആണ് നമുക്ക് ഏറ്റവും കുറവ് കമ്മീഷൻ കമ്പനിക്ക് അലോ ചെയ്തിട്ടുള്ള കമ്പനി ജിയോ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കമ്മീഷനും അത്രേ കൊടുക്കാൻ പറ്റുള്ളൂ. ഏതായാലും മറ്റ് കണക്ഷനുകളൊക്കെ തരുന്നത് കുറച്ചുകൂടി കൂടുതലായതുകൊണ്ട് 2% കൊടുക്കുന്നു. കൂടാതെ ഓരോ യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റുകൾക്കും 1 രൂപ വെച്ച്, ഓരോ ബില്ലിനും 1 രൂപ വെച്ച് കമ്പനി നമുക്ക് വാലറ്റിലേക്ക് എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് തരുന്നു എന്നുള്ളതാണ്. ദെൻ അത് തന്നെ ASM എന്നുള്ള ഒരു പോസ്റ്റ്, അതായത് ASM എന്താണ് എന്നുള്ളത് ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് പറയുന്നുണ്ട്. നിങ്ങൾക്ക് പേരുകൾ മനസ്സിലാക്കി വെക്കുക. ബിസിനസ് പ്രൊമോട്ടർ, BP എന്ന് പറയുന്നത് ബിസിനസ് പ്രൊമോട്ടർ, ASM എന്ന് പറയുന്നത് അസിസ്റ്റന്റ് സെയിൽസ് മാനേജർ എന്നുള്ളതാണ്. അത് പേര് മനസ്സിലാക്കി വെക്കുക. അത് അസിസ്റ്റന്റ് സെയിൽസ് മാനേജർ എന്ന പോസ്റ്റിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് 0.25 കൂടി അധികം കിട്ടുന്നു. ഈ പറയുന്നത് എല്ലാത്തിലും 2.5% റീചാർജുകൾക്കും 0.20 പൈസ കൂടി അധികം യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റിനും ഫാസ്ടാഗിനും ഒക്കെ ആയിട്ട് കുറച്ച് കൂടി പെർസെന്റേജുകൾ കൂടുതൽ കിട്ടുന്നു. അതുപോലെ തന്നെ SM ആവുകയാണെങ്കിൽ വീണ്ടും ഒരു 0.25 കൂടി കിട്ടുന്നു. 2.5% കൂടുതൽ അദ്ദേഹത്തിന് റീചാർജ് കമ്മീഷനായിട്ട് ലഭിക്കുന്നു. യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റുകൾ 1.30 മാറുന്നു. അതുപോലെ മൊബൈൽ DTHകൾക്ക് ഗ്രൂപ്പ് മാനേജർ, ഞാൻ നേരത്തെ പറഞ്ഞത് സെയിൽസ് മാനേജറാണ്. നാലാമത് വരുന്നത് ഗ്രൂപ്പ് മാനേജറിലേക്ക് എത്തുമ്പോൾ 2.25% മാറുന്നു. 2.75 എന്നുള്ള രീതിയിലേക്ക് മാറുന്നു. അതുപോലെ യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റുകൾ 1.45 മാറുന്നു. ഒരു ബിസിനസ് പ്രൊമോട്ടറിൽ നിന്നും ഒരു ഗ്രൂപ്പ് മാനേജറിലേക്ക് എത്തുമ്പോൾ നമുക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 2 മുതൽ 2.25% വരെയും 0.25% കൂടുതലും. അതുപോലെ യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റുകൾക്ക് 1 എന്നുള്ളത് 1.45 മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പൊ അതിനും ഒരു പ്രാധാന്യമുണ്ട്. കാരണം നമ്മുടെ ഓരോ ലെവലുകളും, അല്ലെങ്കിൽ നമ്മുടെ ഓരോ പോസ്റ്റുകൾക്കും, നമ്മുടെ ഓരോ അപ്ഗ്രേഡേഷനും കമ്പനിയും കൂടുതൽ വരുമാനങ്ങൾ തരാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ കൂടി നമ്മുടെ പ്രൊമോഷനെയും കൂടി ഒന്ന് ഉത്തേജിപ്പിക്കുന്ന, എൻകറേജ് ചെയ്യുന്ന രീതിയിലാണ് കമ്പനി ഇത്തരത്തിലുള്ള ഒരു പ്ലാൻ കൂടി സജ്ജീകരിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അതായത് ഒരു മൊബൈൽ റീചാർജ് ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ, യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റുകൾക്കുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ കയ്യിൽ തരുന്നു. 999 രൂപ ചെലവഴിക്കുന്നു. 1,200 രൂപ തിരിച്ചു തരുന്നതിനോടൊപ്പം നമ്മളെല്ലാവരും പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് മറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, അത്തരത്തിലുള്ള മൊബൈൽ ആപ്ലിക്കേഷന് പൈസ ഒന്നും ചെലവഴിക്കാതെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഓഫറുകളൊക്കെ കിട്ടുന്നത്, ഏത് 3 രൂപയോ 4 രൂപയൊക്കെ ഓരോ റീചാർജിനും കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഞാൻ ഈ കാണിക്കുന്ന തരത്തിലുള്ള ഇൻകം പ്ലാനുകൾ തരുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇന്ന് ഇന്ത്യയിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ അതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യാവുന്നതാണ്. എന്തായാലും നമുക്ക് ചർച്ച ചെയ്യാം. ഏതായാലും അതിലൂടെ ഇനി വരുന്ന അടുത്ത വരുമാനം എന്ന് പറയുന്നത് റീപർച്ചേസ് ഡിസ്കൗണ്ട് എന്നുള്ളതാണ്. റീപർച്ചേസ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, കമ്പനി റീറ്റെയിൽ മേഖലയിലേക്കും ഹോൾസെയിൽ മേഖലയിലേക്കും ഒക്കെ കടക്കാനുള്ള സാധ്യതയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റീറ്റെയിൽ മേഖലയിലേക്ക് ഇപ്പോൾ ഓൾറെഡി കടന്നു കഴിഞ്ഞു. കമ്പനിയുടെ സ്വന്തം ഷോപ്പ് സിബൈയുടെ നിയോ മാർട്ട് എന്ന ഷോപ്പ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി കേരളത്തിലും അതുപോലെ കേരളത്തിന് പുറത്തുമുള്ള പല നാടുകളിലേക്കും
ഇന്ത്യയിലൊട്ടാകെ നമ്മുടെ സിബിഐയുടെ ഷോപ്പുകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ അത്തരത്തിലുള്ള സിബിഐ ഷോപ്പുകളിലൂടെ ഒരു ബിസിനസ് പ്രൊമോട്ടറായ വ്യക്തി സാധനങ്ങൾ വാങ്ങുമ്പോൾ അദ്ദേഹത്തിന് 10% വരെ ഡിസ്കൗണ്ടിലൂടെ നിത്യോപയോഗ സാധനങ്ങൾ നമ്മുടെ വീടുകളിലേക്കുള്ള അവരവർ ഉപയോഗിക്കുന്ന ബ്രാൻഡുകൾ തന്നെ, ബ്രാൻഡുകളൊന്നും മാറണ്ട, ഷോപ്പ് മാത്രം ഒന്ന് മാറിയാൽ മതി, സിബിഐയിലേക്ക് പോവുക, സാധനങ്ങൾ വാങ്ങുക. ഇത്തരത്തിൽ വാങ്ങുമ്പോൾ നമുക്ക് റീപർച്ചേസ് ഡിസ്കൗണ്ട് 10% വരെ ലഭിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അതിനോടൊപ്പം തന്നെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് റീപർച്ചേസ് ഇൻകം എന്നുള്ളതാണ്. റീപർച്ചേസ് ഇൻകം എന്ന് പറയുന്നത് ഇതേ രീതിയിൽ തന്നെ ഇത്തരത്തിൽ ഒരു സാധനം വാങ്ങി നമ്മൾ റീപർച്ചേസ് ഡിസ്കൗണ്ട് നേടി, ആ ഡിസ്കൗണ്ട് നേടുന്നതിനൊപ്പം തന്നെ കമ്പനി അതിൽ നിന്നും വേറൊരു നിശ്ചിത പെർസെന്റേജ്, കമ്പനിക്ക് കിട്ടുന്ന ലാഭവിഹിതത്തിന്റെ ഒരു നിശ്ചിത പെർസെന്റേജ് കൂടി ചെറിയ തുകകളായി അല്ലെങ്കിൽ ചെറിയ പെർസെന്റേജുകളായി മാറ്റിവെക്കുകയും ഈ പെർസെന്റേജുകൾ മൈ ടീമിലൂടെ നമുക്ക് തന്നെ വീണ്ടും തിരിച്ചു തരികയും ചെയ്യുന്ന ഇൻകമാണ് റീപർച്ചേസ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻകത്തിന് കൂടി നമുക്ക് എലിജിബിലിറ്റി കിട്ടുകയാണ് നമ്മൾ ഒരു ബിസിനസ് പ്രൊമോട്ടറായി മാറുമ്പോൾ. ദെൻ 7ാമത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സെഷൻ കൂടിയാണത്. അതിനെ കൂടുതൽ രീതിയിൽ അല്ലെങ്കിൽ കൂടുതൽ വിശദമായ രീതിയിലോ അല്ലെങ്കിൽ കൂടുതൽ ആധികാരികമായോ ഒക്കെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. എങ്കിൽ പോലും ഒന്ന് ഔട്ട്ലൈനിലൂടെ ഞാനൊന്ന് പോകാം. ഷെയർ ഹോൾഡേഴ്സ് ബെനിഫിറ്റ് ആണ്. ഷെയർ ഹോൾഡർ ആവാൻ ഉള്ള അവസരം കൂടി കമ്പനി ഒരുക്കിയിട്ടുണ്ട്. കമ്പനിയുടെ സി ഷോപ്പി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സി ഷോപ്പിയുടെ നിയോ മാർട്ട് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റുകളിലൂടെ ഒക്കെ ഷോപ്പുകൾ തുടങ്ങുവാനോ അത്തരത്തിലുള്ള ഷോപ്പുകൾ തുടങ്ങുന്ന വ്യക്തികൾക്ക് കമ്പനിയുടെ ടോട്ടൽ ബിസിനസിന്റെ പെർസെന്റേജുകൾ എലിജിബിൾ, അതിനുള്ള അത്തരം പെർസെന്റേജുകൾ കൈപ്പറ്റുവാനുള്ള എലിജിബിലിറ്റി കൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവസരം കൂടി ഈ ഷെയർ ഹോൾഡർ ആവുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള 7 തരത്തിലുള്ള ഒരു ഇൻകം പ്ലാൻ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് സിബൈ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ കാണുന്നത് പോലെയുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പിന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ മൊബൈൽ റീചാർജ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു കമ്മീഷൻ തന്നുകൊണ്ട് എന്തെങ്കിലും വരുമാനങ്ങൾ, ചെറിയ ചെറിയ രീതിയിലുള്ള വരുമാനങ്ങൾ തന്നുകൊണ്ട് കുറെ ആൾക്കാരെ ഇത് ഉപയോഗിപ്പിക്കുക എന്നുള്ളതൊന്നുമല്ല കമ്പനിയുടെ ഉദ്ദേശം. കമ്പനിയുടെ ദീർഘവീക്ഷണത്തിൽ വരുത്തിയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകളുടെ ചെറിയൊരു അംശം മാത്രമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും വരാനിരിക്കുന്ന ഒരുപാട് വലിയ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കാനിരിക്കുന്നേ ഉള്ളൂ. ഈ ഒരു ചെറിയൊരു കാര്യത്തിലൂടെ തന്നെ 7 രീതിയിലുള്ള വരുമാനങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് സിബൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ചില പോസ്റ്റുകൾ അല്ലെങ്കിൽ നമുക്കൊരു പ്രൊമോഷനുകൾ കൂടെ ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഒരു വ്യക്തി 999 രൂപ അടച്ചു, അദ്ദേഹം ഇൻപേയുടെ ഇത് ഇൻസ്റ്റാൾ ചെയ്തു, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു, സിബൈയിലേക്ക് രജിസ്റ്റർ ചെയ്തു, എല്ലാം കഴിഞ്ഞു. അതിന്റെ നമ്മുടെ അഗ്രിമെന്റുകളൊക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ബിസിനസ് പ്രൊമോട്ടറായി മാറും. ഇങ്ങനെ ബിസിനസ് പ്രൊമോട്ടറായി മാറുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ കമ്പനിയിൽ പറയുന്ന പേര് തന്നെ ബിസിനസ് പ്രൊമോട്ടർ എന്നാണ്. ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. വെറുതെ 999 രൂപയും കൊടുത്ത് മൊബൈലിലേക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് റീചാർജ് ചെയ്യാനോ വീട്ടിലിരുന്ന് റീചാർജ് ചെയ്യാനോ അല്ല നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾ നടത്താനോ വേണ്ടി മാത്രമല്ല അദ്ദേഹം ഒരു ബിസിനസ് പ്രൊമോട്ടറാണ്, പേരിൽ തന്നെ പ്രൊമോട്ടറാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുക, അദ്ദേഹത്തിനോട് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ പരിചയപ്പെടുത്തുക ഒരു 3 പേരെയെങ്കിലും, നിങ്ങളുടെ പരിചയത്തിലോ കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരു 3 പേരെ നിങ്ങൾ ബിസിനസ് പ്രൊമോട്ടേഴ്സായി കൊണ്ടുവരൂ. അവരെയും നമുക്ക് ഇതുപോലെ നല്ല രീതിയിലുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തിക നിലവാരത്തിലേക്ക് എത്തിക്കുവാൻ ഉള്ള സഹായങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് നൽകാം എന്നുള്ളതാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നൽകാമെന്നാണ് പറയുന്നത്. അത്തരത്തിൽ വരുന്ന വ്യക്തികളെ നമുക്ക് 3 പേരെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ASM, അസിസ്റ്റന്റ് സെയിൽസ് മാനേജർ എന്ന പോസ്റ്റിലേക്ക് എത്തുന്നു. അങ്ങനെ ഈ 3 ബിസിനസ് പ്രൊമോട്ടേഴ്സ് ആയി വരുന്ന വ്യക്തികളോടും നമ്മൾ ഇത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിനോട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്റ്റെപ്പിലൂടെ വരികയും അവർ ഈ മീറ്റിങ്ങുകളൊക്കെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരോടും പറയുന്നു, നിങ്ങൾക്ക് പരിചയമുള്ള ഒരു 3 പേരെങ്കിലും നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് റെഫർ ചെയ്യൂ, ഈ ബിസിനസ്സിലേക്ക് അവരെ അസോസിയേറ്റ് ചെയ്യൂ. അങ്ങനെ അസോസിയേറ്റ് ചെയ്യുന്ന വ്യക്തികളിലൂടെ അവരെ ഒരു 9 പേരായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതോടുകൂടി ഓരോ വ്യക്തികൾക്കും 3 പേര് ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ കൂടെ വന്നവരെ ASM ആക്കി നമ്മൾ മാറ്റുന്നു. നമ്മളാണ് ASM ആക്കി അവരെ മാറ്റുന്നത്. അങ്ങനെ ASM ആക്കി മാറ്റുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി SM ആയി മാറുന്നു, സെയിൽസ് മാനേജറായി മാറുന്നു എന്നുള്ളതാണ്. ഇവിടെ കാണുന്ന ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് കാണാം, ഈ പോസ്റ്റിൽ നിങ്ങൾക്ക് കാണാം SM ആയി മാറുന്നു. എന്നാൽ ഇതേ രീതിയിൽ തന്നെ ആ ASM-നെ നമ്മളെ ഏത് പോസ്റ്റിൽ ഏത് രീതിയിലാണോ നമ്മൾ എത്തിപ്പെട്ടത് അത് തന്നെ അവരെ കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. അവരോട് പറയുന്നു നിങ്ങളും ASM ആയി മാറും. അപ്പോൾ അവരോട് പറഞ്ഞ SM ആയി മാറും, അവരും SM ആയി മാറുന്നു. അങ്ങനെ നമ്മുടെ ടീമിലുള്ള 3 പേരും, ഞാൻ കൊണ്ടുവന്ന 3 പേരെയാണെങ്കിൽ നിങ്ങൾ 30 പേരെയോ 300 പേരെയോ കൊണ്ടുവന്നോളൂ, ഓരോരുത്തരെയും നിങ്ങൾ ഇതുപോലെ ചെയ്തോളൂ. അതിനൊക്കെയുള്ള ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. എങ്കിലും
കമ്പനി ആവശ്യപ്പെടുന്ന ഒരു 3 പേരെങ്കിലും നിങ്ങൾ SM ആക്കി മാറ്റൂ, നിങ്ങൾക്ക് ഗ്രൂപ്പ് മാനേജർ എന്നുള്ള പോസ്റ്റ് തരാം. അങ്ങനെ ഓരോ അപ്ഗ്രേഡേഷനും തന്നുകൊണ്ട് കമ്പനി നമ്മളെ പ്രൊമോഷൻ തന്നുകൊണ്ട് ഓരോ ലെവലിലേക്ക് എത്തിക്കുകയാണ്. ഈ ഓരോ പോസ്റ്റുകളിലും നമുക്ക് റീചാർജ് കമ്മീഷനുകളുടെ വ്യത്യാസങ്ങളും അതുപോലെ നമ്മൾ വാങ്ങുന്ന ഓരോ പർച്ചേസുകളും ഉണ്ടല്ലോ, നമ്മൾ റീപർച്ചേസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിലൊക്കെ നിശ്ചിത പെർസെൻറ്റേജുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അവിടെയാണ് ഈ പോസ്റ്റുകൾ അല്ലെങ്കിൽ ഈ അപ്ഗ്രഡേഷനുള്ള വില എന്ന് പറയുന്നത്, പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൂടി മനസ്സിലാക്കുക. അത്തരത്തിൽ നമ്മുടെ ടീമിനെ കൂടി വളർത്തിക്കൊണ്ടുവരാം. നമ്മൾ ചെയ്യാവുന്ന വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ ബിസിനസ് പ്രൊമോട്ടറായി വന്നു, തീർച്ചയായും ഞാനൊരു 3 ബിസിനസ് പ്രൊമോട്ടേഴ്സിനെങ്കിലും പരിചയപ്പെടുത്തും. ഇനി അവരെ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ ASM ആയി മാറി. അങ്ങനെയാണെങ്കിൽ അവരെ ASM ആക്കുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. അവരെ 3 പേരെയും ASM ആക്കുക. അവരെ ASM ആയി കഴിഞ്ഞാൽ പിന്നീട് അവരുടെ കൂടെ വന്നവരെ ASM ആക്കി മാറ്റിയാൽ ഈ വന്ന 3 വ്യക്തികളും SM ആവുകയും നമ്മൾ GM ആവുകയും ചെയ്യും. വളരെ സിമ്പിളായി ചെയ്യാവുന്ന ഒരു ക്രൈറ്റീരിയ മാത്രമേ കമ്പനി തന്നിട്ടുള്ളൂ. ഈ രീതിയിൽ ഞാൻ പറയുന്നു, കഴിയുന്നതും ചിലപ്പോ ഇന്ന് തന്നെ ASM ആകാനും നാളെ SM ആവാനും മറ്റന്നാൾ GM ആകാനും ഒക്കെ കഴിയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അത്തരത്തിൽ എല്ലാവരും വളർന്നു വരട്ടെ. എല്ലാവരും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലൂടെ ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അതിന്റെ മുഴുവനായിട്ടുള്ള ഒരു പോസ്റ്ററാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. റഫറൽ ടീമിലൂടെ വരുന്ന വരുമാനം, റഫറൽ ടീമിൽ എങ്ങനെയൊക്കെയാണ് ഇൻകം വരുന്നത്, അതുപോലെ മൈ ടീമിൽ എങ്ങനെയാണ് ഇൻകം വരുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഞാൻ പറഞ്ഞു മൈ ടീമിൽ ഇൻകം വരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ വിശദീകരിച്ചില്ല. മൈ ടീം എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ വിശദീകരിച്ചുള്ളൂ. മൈ ടീമിലേക്ക് ഇൻകം വരുന്ന അല്ലെങ്കിൽ മൈ ടീം ജനറേറ്റ് ചെയ്യപ്പെടുന്നതോടുകൂടി നമുക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത് വളരെ സിമ്പിൾ ആണ്. അവരവരുടെ വീടുകളിലേക്കുള്ള സാധനങ്ങൾ അവർ വാങ്ങുമ്പോൾ നമ്മുടെ സിബൈയുടെ ഷോപ്പിലൂടെ സിബൈ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സിബൈയുമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഷോപ്പുകളിലൂടെ, ടൈപ്പ് ചെയ്തിട്ടുള്ള ഷോപ്പുകളിലൂടെ ഒക്കെ സാധനങ്ങൾ വാങ്ങുമ്പോഴും ഓരോ നിശ്ചിത പെർസെൻറ്റേജ് ലാഭം അവർക്ക് കിട്ടുന്നതിനൊപ്പം തന്നെ ഞാൻ പറഞ്ഞു ഒരു റീപർച്ചേസ് ഇൻകം എന്നുള്ള രീതിയിൽ ഒരു ചെറിയ പെർസെൻറ്റേജ്, ഒരു ചെറിയ തുകയെങ്കിലും മാറ്റിവെക്കപ്പെടുന്നു. അത് മൈ ടീം എന്നുള്ള ഈ ടീമിലേക്കാണ് മാറ്റിവെക്കപ്പെടുന്നത്. ഇതിൽ 9840 പേര് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞു. ഈ ഒരു വ്യക്തിക്ക് 9840 പേര് ക്രിയേറ്റ് ചെയ്യപ്പെടുക ആണ് ചെയ്യുന്നത്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ 9840 നിന്നും ഒരു 5000 പേര് അവരുടെ വീടുകളിലേക്കുള്ള ഈ മാസം അവരുടെ വീടുകളിലേക്കുള്ള ഒരു നിത്യോപയോഗസാധനം ഒരു 3000 രൂപക്കോ ഒരു 5000 രൂപക്കോ, ഞാൻ തുക എടുത്ത് പറയുന്നതല്ല, ഏവറേജ് വാങ്ങി അതിൽ നിന്നും ഒരു 10 രൂപയെങ്കിലും അതിൽ നിന്നും നമുക്ക് കിട്ടാനുണ്ട് എങ്കിൽ, ഈ 5000 പേര് വാങ്ങിയതിൽ നിന്നും ഒരു 10 രൂപയെങ്കിലും നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ നമ്മുടെ വരുമാനം അത്രയാണ് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇതാണ് വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു പവർഫുൾ ആയിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് കമ്പനി നമുക്ക് വരുമാനം തരാൻ പോകുന്നത്. ഒരു പാസീവ് ഇൻകം, ഒരു നിശ്ചിതമായ ഇൻകം എല്ലാ മാസവും വീടുകളിലേക്ക് എത്തുന്ന ഒരു സിസ്റ്റമാണ് മൈ ടീമിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ളത്. മനുഷ്യനുള്ളിടത്തോളം കാലം മനുഷ്യൻ ഭക്ഷണം കഴിക്കും, ഒന്നുമില്ല വെള്ളമെങ്കിലും കുടിക്കും. ആ വെള്ളം കുടിക്കാൻ ചിലപ്പോൾ ബോട്ടിൽ വെള്ളമാണ് വാങ്ങുന്നതെങ്കിൽ പോലും ആ ബോട്ടിൽ വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന ഒരു നിശ്ചിത പെർസെൻറ്റേജ് പോലും നമ്മുടെ വരുമാനമായി മാറും. നമ്മുടെ ചിലവുകളെ നമ്മുടെ വരുമാനമാക്കി മാറ്റുന്ന ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് മൈ ടീം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് മൈ ടീമിലേക്ക് നമ്മൾ ആരെയും റെഫർ ചെയ്യുന്നില്ല, നമ്മൾ റെഫർ ചെയ്യുന്നത് സിബൈയിലേക്കാണ്. പക്ഷെ മൈ ടീമിൽ ഏതൊക്കെയോ ഭാഗങ്ങളിൽ നിന്നും റെഫർ ചെയ്തിട്ടുള്ള വ്യക്തികൾ ഓരോരുത്തരും മൈ ടീമിലേക്ക് ഓട്ടോമാറ്റിക്കായി സിസ്റ്റം വഴി ജനറേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ അത് നമ്മൾ പോലും അറിയാത്ത രീതിയിൽ 9840 പേർ നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും. അത് എപ്പോഴായാലും ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതോടുകൂടി നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഇനി ഭാവിയിൽ വരാൻ പോകുന്ന നമ്മുടെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളെയും പരിഹരിക്കാവുന്ന ഒരു സിസ്റ്റമായി ഇത് മാറും എന്നുള്ളതാണ്. ഏതായാലും അത്തരത്തിലുള്ള ഒരു സിസ്റ്റം നിങ്ങൾക്ക് മുന്നിൽ കിട്ടിയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ് എന്ന് പറയാം. അത്രയും ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇന്നത്തെ ഈ പ്രോഗ്രാമിലോ അല്ലെങ്കിൽ ഇതിന് കേൾക്കാനുള്ള ഒരു യോഗം പോലും ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് വേണമെങ്കിൽ പറയാം. ഏതായാലും അത്തരത്തിലുള്ള ഭാഗ്യന്മാരാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ അതിനു മുമ്പായി ഞാൻ ഏതായാലും നേരത്തെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഒരു ബെനിഫിറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനൊന്നും ഒരു സൂചിപ്പിച്ചു പോകാം. ഒരു ഷെയർ ഹോൾഡർ ആവാൻ, കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആവാൻ വെറും 10,000 രൂപ ചെലവഴിച്ചുകൊണ്ട് നമുക്ക് കമ്പനിയുടെ ഷെയർ ഹോൾഡറായി സെല്ലിംഗ് പോയിന്റുകൾ തുടങ്ങാം. അതിലൂടെ കിട്ടുന്ന ലാഭവിഹിതം, കമ്പനിയുടെ ടോട്ടൽ കിട്ടുന്ന ലാഭവിഹിതത്തിന്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് ഈ ഷോപ്പുകളിലേക്കോ അല്ലെങ്കിൽ ഷോപ്പിന്റെ ഉടമക്കോ ലഭിക്കുന്ന രീതിയിൽ അദ്ദേഹം ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡറായി കമ്പനിയുടെ പേരിലുള്ള ഷോപ്പുകൾ നടത്തിക്കൊണ്ടുപോകും. അതുപോലെ തന്നെ ഷോപ്പിയുടെ നിയോ മാർട്ട് എന്നുള്ള രീതിയിൽ ഒരു 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അതിന് മുകളിലോ
ഉള്ള തുക ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു 200 മുതൽ 500 വരെ സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഈ സാധനങ്ങളൊക്കെ കമ്പനി നൽകുന്ന എല്ലാ സാധനങ്ങളും നിത്യോപയോഗ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ഒരു നിയോ മാർട്ട് എന്നുള്ള രീതിയിൽ തുടങ്ങാവുന്നതാണ്. ഇനി അതല്ല, അതിന് മുകളിലേക്ക് ആലോചിക്കുന്നവരാണെങ്കിൽ 1500 മുതൽ 2500 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഒരു സ്പേസ് നമുക്കുണ്ടെങ്കിൽ അവിടെ 25 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അത്രയും പ്രൊഡക്റ്റുകൾ, അത്രയും സാധനങ്ങൾ ഈ ഷോപ്പുകളിലേക്ക് നിറച്ചുകൊണ്ട് കമ്പനിയുടെ അസോസിയേറ്റ് അല്ലെങ്കിൽ കമ്പനിയുടെ തന്നെ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റായി അവിടെ പ്രവർത്തിക്കാവുന്നതാണ്. അതിൽ ഷെയർ ഹോൾഡറായി മാറാവുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഷെയർ ഹോൾഡർ ബെനിഫിറ്റ് കൂടി ഞാൻ നേരത്തെ പറഞ്ഞു. ആ ബെനിഫിറ്റുകളൊക്കെ, കൂടുതൽ കാര്യങ്ങളൊക്കെ അതിന്റെ ആധികാരികമായ അഡ്മിനുകളോടോ അതിന്റെ കാര്യങ്ങളൊക്കെ കമ്പനിയുമായി സംസാരിച്ചുകൊണ്ട് ഡീൽ ചെയ്യാം. ഏതായാലും അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ കടക്കുന്ന വ്യക്തികൾ ഏതായാലും കമ്പനിയുമായി ബന്ധപ്പെടുക. മാത്രമല്ല, ഇനിയുള്ള എല്ലാ പ്രോഗ്രാമുകളിലും നമ്മൾ ഓൺലൈൻ പ്രോഗ്രാമുകളായാലും മറ്റുള്ള പ്രോഗ്രാമുകളായാലും ഓഫ്ലൈൻ പ്രോഗ്രാമുകളായാലും എല്ലാ പ്രോഗ്രാമുകളും നമ്മുടെ കൂടുതൽ പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കുകയും ഈ കാര്യങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും തയ്യാറാവുകയാണെങ്കിൽ നമ്മുടെ ടീം വളരെ പെട്ടെന്ന് ഗ്രോത്ത് ആവുകയും നമുക്ക് നല്ല രീതിയിലുള്ള ബിസിനസ് ജനറേറ്റ് ചെയ്യപ്പെടാനും കഴിയും. അത്തരത്തിലുള്ള ഒരു ബിസിനസ് എല്ലാവർക്കും ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഇനിയും നമുക്ക് കൂടുതൽ വിവരങ്ങളും കൂടുതൽ കാര്യങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.